അതായത് 2025 മുതൽ 2031 വരെ ഈ വസുന്ധര യോഗം ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് വരിക. ഈ 6 വർഷം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഭാരതം മാത്രമൊന്നുമല്ല, ലോകം മൊത്തം. അതായത് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതെന്നു വെച്ചാൽ യുദ്ധങ്ങളുണ്ടാകാം, രക്തരൂക്ഷിതമായ വലിയ ശക്തമായ കലാപങ്ങളുണ്ടാകും, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാം. നമസ്കാരം, കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താണ് മുൻഷി. നമ്മുടെ യാത്രയ്ക്കിടയിൽ ഇന്ന് ഞാനൊരു പ്രമുഖ വ്യക്തിയെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള കുറച്ച് സമയം സംസാരിക്കണമെന്നും അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നും തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം അതിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. വേറെ ആരുമല്ല, ശ്രീ ജയശങ്കർ മണക്കാട്ട്. ഇദ്ദേഹം ഒരു ജ്യോതിഷിയാണ്, താന്ത്രിക് ജ്യോതിഷി എന്നാണ് പറയുക. ഇപ്പോൾ ജ്യോതിഷം എന്താണ്, ജ്യോതിശാസ്ത്രം എന്താണ്, ഇതിനകത്ത് ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നൊക്കെ എനിക്കും മറ്റു പലർക്കും സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനകത്തൊക്കെ പ്രധാന കാര്യം, ഇതിനകത്ത് കുറച്ച് കള്ളനാണയം, അല്പജ്ഞാനമായിട്ട് നടക്കുന്ന ചില കള്ളനാണയങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശങ്ങളും സത്യസന്ധതയും ഒക്കെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് പ്രധാന സംശയം, താന്ത്രിക് ജ്യോതിഷം എന്ന് പറയുമല്ലോ, ഈ താന്ത്രിക് ജ്യോതിഷി എന്ന് പറയുന്നത് എന്താണ്? ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം എല്ലാവരും അത് പറയുന്നത് വൈദിക ജ്യോതിഷം, വൈദിക ജ്യോതിഷ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബോർഡും ഒക്കെ കാണാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വേദത്തിൻ്റെ ചക്ഷു, അതായത് കണ്ണാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേദത്തോടൊപ്പമോ വേദത്തിന് മുമ്പോ ഉണ്ടായതായി ജ്യോതിഷം ആണ്. അതുപോലെ വേദത്തിനകത്ത് ജ്യോതിഷത്തിൻ്റെ ബീജമില്ല. ജ്യോതിഷം പറയുന്നുണ്ട്, വേദത്തിനകത്ത് ജ്യോതിഷം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ള ബീജം വേദത്തിലില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വേദത്തേക്കാൾ മുമ്പുള്ള ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ആഗമങ്ങളെന്ന് പറയും. ആഗമങ്ങളിൽ നിന്ന് നിർഗമിച്ചതാണ് വേദങ്ങൾ, നിഗമം എന്ന് പറയും. അപ്പോൾ ആ ആഗമത്തിനകത്ത് സ്വച്ഛന്ത ആഗമത്തിലാണ് ജ്യോതിഷത്തിൻ്റെ ബീജങ്ങൾ. വളരെ വിശദമായിട്ട് തന്നെ, ജ്യോതിഷം മാത്രമൊന്നുമല്ല, ഈ താന്ത്രിക് ഹീലിംഗ്, നമ്മൾ ഈ റേക്കി പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്നു, അതിനെപ്പറ്റിയും വിശദമായിട്ട് ഈ സ്വച്ഛന്ത ആഗമത്തിൽ പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഗമത്തിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, ഇത് രണ്ട് പ്രയോഗങ്ങളും കാണുന്നുണ്ട്. ഇത് രണ്ടും ഒന്നാണോ, ഇത് രണ്ടാണോ, ഇതിലേതാണ് സത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അതെ, ഈ ആംഗ്ലേയ ഭാഷയായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ ജ്യോതിഷം, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. ഇത് ഇംഗ്ലീഷ്, അതായത് യൂറോപ്യൻസ് ഇംഗ്ലീഷ്, നമുക്ക് ഇംഗ്ലീഷ് എന്ന് തന്നെ പറയാം, ആ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ അവർ അസ്ട്രോളജി, അസ്ട്രോണമി ഇങ്ങനെ രണ്ടായിട്ടാണ് പറയാം. പക്ഷെ ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് 3 എണ്ണം. ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് ഫലഭാഗം ചേരുന്ന, നമ്മളിപ്പോൾ പറയുന്നതാണ്. അപ്പം നമ്മൾ അതിനകത്ത് ഹോര എന്ന് പറയും. അസ്ട്രോണമി എന്ന് പറയുന്നത് ഗണിതമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഗണിതം തന്നെയല്ല, ഗണിതമെന്ന് നമുക്ക് പറയാം, കണക്കുകളാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരം, ചലനങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള കണക്കുകൾ. അപ്പോൾ പൊതുവിൽ ഈ ഗ്രഹങ്ങളുടെ കണക്കുകൾ, അതിനെയാണ് അവർ അസ്ട്രോണമി എന്ന് പറയും. ജ്യോതിഷം, ജ്യോതിശാസ്ത്രം എന്ന് അവർ പറയുന്നു. മറ്റേതെന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഭാരതീയ ജ്യോതിഷ പ്രകാരം അങ്ങനെ അല്ല. ഈ ഗണിതമുണ്ട്, ഹോരയുണ്ട്. ഹോര എന്ന് പറഞ്ഞാൽ ഈ ഫലഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു സാധനങ്ങളുണ്ട്, സംഹിത. ഇതിനെപ്പറ്റി അവർക്ക് വലിയ നോഹവും ഇല്ല. ഈ സംഹിതയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ പറയാം, ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ മൊത്തത്തിൽ വരുന്ന ദുരന്തത്തെ പറ്റിയൊക്കെ പ്രവചിക്കാൻ പറ്റുന്നത് സംഹിതയായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ സംഹിതയിലൂടെ പ്രവചനത്തെക്കുറിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രവചനങ്ങൾ പലതും സത്യമാകാറുണ്ടോ? അല്ല, ഇപ്പം ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അതിൻ്റെ അകത്ത് ടെക്നിക്കൽ എററായിട്ട് ഒരു 5% മാറ്റാം. ബാക്കി 95% സത്യമാകാവുന്നതാണല്ലോ. ഇപ്പം എൻ്റെ അനുഭവത്തിൽ പ്രശ്നത്തിലാണേലും ജാതക ഇതിലാണേലും ഞാനൊരു
10-35 വർഷമായി ഇത് കൈകാര്യം ചെയ്തു. ഒരു 80% വരെ പ്രവചനങ്ങൾ സത്യമായിട്ടുണ്ട്. ഓ ശരി. അപ്പം അത് ഈ കഴിഞ്ഞ 2019 കൊറോണ വരുമോ, കൊറോണ എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, മഹാമാരി വരും, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. 2020 പ്രവചിച്ചിരുന്നു. അതുപോലെ 2020 ഭാരതം ലോകത്തിൻ്റെ ഉന്നതിയിലെത്തുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഒരുവിധമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്നൊരു വരാൻ പോകുന്നതെന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലമായിട്ടായിരിക്കും. ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് പറയുകയല്ല. നമ്മുടെ 2ാം ലോകമഹായുദ്ധകാലവും അതുമായിട്ടനുബന്ധിത കാലങ്ങളുമായിട്ട് ഒരുവിധം സമാനമായ ഒരു അന്തരീക്ഷം വരണം. നമ്മുടെ ആകാശ മണ്ഡലത്തിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം സംഭവിക്കാം. അതിന് നമ്മൾ പറയും വസുന്ധരായോഗം. ഈ വസുന്ധരായോഗമാണ്, ഒരു വർഷം വസുന്ധരായോഗം നടന്നപ്പോഴാണ് നമുക്ക് ഈ കൊറോണ യോഗം. 6 വർഷം അടുപ്പിച്ച് ഈ വസുന്ധരായോഗം. ഇനിയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദേശീയ നേതാക്കൾ അല്ലെ ദേശീയ പ്രാധാന്യമുള്ള ആൾക്കാരുടെ വധം, മരണം, ഇതൊക്കെ ഉണ്ടാകാം. ഭരണങ്ങൾ അട്ടിമറിക്കപ്പെടാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ ഇന്ത്യ അതിനകത്തുനിന്ന് വിട്ടുമാറിയൊന്നും അല്ല ഉണ്ട്. ഇന്ത്യയിലും സംഭവിക്കാം. ഇന്ത്യയിൽ അടുത്ത 2025 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 4 മാസം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ ആരൊക്കെങ്കിലും അറസ്റ്റുകൾ ഉണ്ടാകാം, ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭണങ്ങൾ ഉണ്ടാകാം, ഇത് ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകാം. ഇപ്പം ലോകത്ത് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു തുടങ്ങി. ഇത് പ്രകൃതി വെക്കുന്ന ഒരു എന്താ പറയുന്നത് ശുദ്ധികലശം, ഈ വസുന്ധരായോഗം എന്ന് പറയുന്നത്. ആ ശുദ്ധികലശം എന്ന് പറയുന്നത് വളരെ നടന്നേ തീരൂ. അങ്ങനെയാണ്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി അല്ലെ പരിഹാരം എന്ന് പറയാൻ നമുക്ക് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പരിഹാരം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരിഹാരമില്ല. കാരണം പ്രകൃതി തീരുമാനിക്കുന്ന ഒരു കാര്യത്തിന് പരിഹാരമില്ല. അതായത് നമ്മളിപ്പം പറയുന്നത് എന്നാ, പല രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദിദൈവകമായ ദുരിതങ്ങളുണ്ടാകുക. ഈ ആദിദൈവകമായ ദുരിതം ഉണ്ടാകുമ്പോൾ മഹാകാളീശ്വരി ഇവിടെ മരണതാണ്ഡവമാണ്. ആ സമയത്ത് മനുഷ്യനും മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നൽകിച്ചു, ക്ഷേത്രങ്ങൾ പോലും എന്നാണ് പറയുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം ഇതിന് പരിഹാരം എന്ന് പറയാൻ സമ്പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ഈ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഇങ്ങനെയുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ, ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകൾ, ഇതൊക്കെ ഇതിന്. അല്ല, അതൊക്കെ വെറും ഹൈന്ദവമായി മാത്രമുള്ളല്ലോ, ലോകത്ത് ഹൈന്ദവർ മാത്രമല്ലല്ലോ ഉള്ളൂ. അല്ല, ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നതിനകത്ത് ശാസ്ത്രീയതയുണ്ടല്ലോ. ഇപ്പം യജ്ഞങ്ങളും യാഗങ്ങളും എന്ന് പറഞ്ഞാൽ, യാഗം എന്ന് പറയുന്നത് എന്താ, ഒരു മന്ത്രത്തിനൊരു ട്യൂണുണ്ട്. അത് ഛന്ദസ് എന്ന് പറയുന്ന ട്യൂണാണ്. ഒരു പ്രത്യേക ട്യൂണിൽ ശബ്ദധ്വനി ഉണ്ടാകുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു അമ്പലം. അതുപോലെ തന്നെ യജ്ഞശാല അല്ലെ യാഗശാലയിൽ ഹോമിക്കപ്പെടുന്ന ദ്രവ്യം കത്തുമ്പോഴുണ്ടാകുന്ന ഇത് രണ്ടും കൂടെ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നെഗറ്റീവ് എനർജിയെ കുറച്ചൊക്കെ തടയും, ഒരു ഷീൽഡ് പോലെ. അതാണ് അതിൻ്റെ അകത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനിയും ഈ എന്താണ് വസുന്ധരായോഗം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഏറ്റവും ഈ ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭനായ ഗ്രഹവും ഏറ്റവും പ്രധാനമുള്ള ഗ്രഹം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹമായിട്ടാണ്. ഈ വ്യാഴത്തിന് ജീവൻ എന്ന് പറയും. അതായത് പ്രാണദായകനായിട്ടുള്ള ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഊർജപ്രദായകനാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. ഈ വ്യാഴത്തിൻ്റെ 30 ഡിഗ്രിയിലേക്ക് സഞ്ചാരപഥം എന്ന് പറയുന്നത് 361 ദിവസം. 361 ദിവസം കൊണ്ടാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാശിക്കകത്ത് 361 ദിവസമാണ്.
സഞ്ചരിക്കും. അതേസമയം ഇപ്പോഴത്തെ പരിസ്ഥിതി അതാണ് വസുന്ധരയോഗം എന്ന് ഞാൻ പറഞ്ഞു, അതിചാരമാകുക. അങ്ങനെ എന്താ എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ വേഗത കൂടി 3 ഇരട്ടി വേഗത്തിൽ വ്യാഴം സഞ്ചരിക്കും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, സാധാരണഗതി പോകേണ്ട ഒരു സാധനത്തിന് ഇരട്ടി വേഗത പോകുമ്പോഴത്തേക്കും. അപ്പം ഇത് കാരണം തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും കൂടെ പാവനായിട്ട് മാറും. ഈ വ്യാഴമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളും ഇപ്പോൾ സൂര്യൻ ബന്ധപ്പെടുകയാണ് രാജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ നേതാക്കന്മാരുടെ മരണം, പിന്നെ ഭരണ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ, അതൊക്കെ ഉണ്ട്. ചൊവ്വ ബന്ധപ്പെടുമ്പം എന്താ പറയണ്ടേ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, അങ്ങനെയുള്ള സാധനം ഉണ്ടാകും. ബുധൻ ബന്ധപ്പെടുമ്പോഴും ചന്ദ്രൻ ബന്ധപ്പെടുമ്പോഴും ഒക്കെ എന്താ ഇത് പിന്നെ പ്രകൃതി ദുരന്തങ്ങളുണ്ട്. നമ്മളെ പിന്നെ ശനി ബന്ധപ്പെടുമ്പോൾ മഹാമാരി എന്ന് വെച്ചാൽ ഈ ഇതുപോലെ ഇതെല്ലാം ഇതിനകത്ത് വരാൻ സാധ്യത. ഇപ്പോൾ കൂട്ടപ്രാർത്ഥനയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അത് ഏത് മതസ്ഥർക്ക് ചെയ്യാം, നമുക്ക് മാത്രമല്ല. പക്ഷെ അത് ആവശ്യം അനിവാര്യമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, എന്തിനേയും മതവും വേണ്ട. ഈ ഇവിടെ ഇപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായിടത്താണ്, അവിടെ ജാതിയില്ല, ഇപ്പം മതമില്ല, ഒന്നുമില്ല. പ്രകൃതിക്ക് ഇത് വല്ലതും ഉണ്ടോ? കംപ്ലീറ്റ് വാഷ് ഔട്ട് അല്ലേ? അപ്പം ഏത് മതമാണേലും ഈശ്വരാന്ന് വിളിച്ചിട്ട് ചെയ്യുക. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഇനിയിപ്പോൾ 1.5 മാസത്തിനകത്ത് എൻ്റെ ഒരു അസസ്മെൻ്റാണ്, ഒരു ഇത് എന്നാ പറയണ്ടേ, ഒരു അതീവ വെള്ളം പൊക്കമോ ചെറിയ ഇനി ഒരു ദുരന്തം കൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയെ പറയുന്നുള്ളൂ, 100% ഉറപ്പിച്ചല്ലേ കേരളത്തിൽ. ഇത് സാധാരണ ചില വ്യക്തികൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്, നമുക്ക് കൂടുതൽ ഇങ്ങനെ ആവേശത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇത് നമ്മുടെ ഭാവി അരക്ഷിതമാകുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് പേടി തോന്നുന്നതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ജീവിക്കാൻ കൊതിയുള്ള ആളാ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് എനിക്കായാലും വേറൊരാൾക്കായാലും സംഭവിക്കുമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് വളരെ ഷോക്കാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇനി എന്തെങ്കിലും പറയുമെന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഭയപ്പെടാനുള്ള കാര്യം, ഭയപ്പെടാനല്ല ഈ പറയുന്നത്. എന്തിനാണെന്നറിയാം, നമ്മൾ ഈശ്വരനോട് എന്തുമാത്രം അടുത്താലും ആ അടുക്കുന്നതനുസരിച്ച് അതിൻ്റെ നന്മയുണ്ടാകും. അത് നിങ്ങൾ ആരാണേലും എന്താണേലും ഏത് ഈശ്വരനാണേലും ഏത് രൂപമായിക്കോട്ടെ ഭാവമായിട്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ നമ്മുടെ ഇവിടെ എന്താ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനം, അതിൻ്റെ മോസ്റ്റ് ഇഫക്റ്റീവ് ഏരിയയിൽ തന്നെ ചില ആൾക്കാർ ജീവിച്ചു. വളരെ അത്ഭുതമാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള ആ ഏരിയയിൽ ആ മരിക്കാതെ രക്ഷപ്പെട്ടെന്ന്, വിസ്ഫോടനത്തിൽ മരിക്കാതെ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു. ഇപ്പം തന്നെയുള്ള ഈ ഡിസാസ്റ്റർ നമ്മുടെ കേരളത്തിൽ നടന്നതിനാണ്. 3-ാം ദിവസം 4 പേരുടെ ജീവൻ രക്ഷിച്ചു. 3-ാം ദിവസം മണ്ണിനടികൾ. അപ്പം ഈ പ്രതിഭാസങ്ങൾ, അത്ഭുത പ്രതിഭാസങ്ങളെ ഭയപ്പെട്ടിട്ടോ അതിശയപ്പെട്ടു നമുക്കിപ്പോൾ കാര്യമില്ല. ജീവനുള്ള എല്ലാവർക്കും ഭയമുണ്ട്, മരണഭീതിയുണ്ട്, നമ്മൾ സമ്പാദിച്ചത് നശിക്കുമെന്നുള്ള ഭയമുണ്ട്. പക്ഷേ മൊത്തം പോവുകയാണെങ്കിൽ എല്ലാം പോട്ടെ, അതല്ലേ നല്ലത്. നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, അല്ല ഞാനും ഒറ്റയ്ക്കല്ലല്ലോ. എന്നാലും നമ്മൾ ചില അറിഞ്ഞും കേട്ടും അനുഭവിച്ചും പോകുമ്പോൾ അത് കുറച്ചാളുടെയൊക്കെ പോട്ടെ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും. നല്ല അനുഭവങ്ങളാണെങ്കിൽ, മോശം അനുഭവങ്ങളാണെങ്കിൽ ചിലർക്ക് അത് പകുതി വെച്ച് നിർത്താൻ തോന്നും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതായിരിക്കാൻ ആഗ്രഹിക്കുകയും നല്ലതാവട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്തായാലും ലോകത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ സാറിൻ്റെ പ്രവചനങ്ങൾ കാത്തിരിക്കുക. മാത്രമല്ല എനിക്ക് ജ്യോതിഷത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്തൊരു കാഴ്ചയിൽ ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾ പ്രവചനങ്ങൾ ഫലിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മനസ്സിലായില്ലേ? കാരണം ഞാൻ തന്നെ അതാ 2019 ഞാൻ ഈ കൊറോണയുടെ കാര്യം പ്രവചിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഫലിക്കാതിരിക്കട്ടെ. നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ട കാര്യം പറയും, ഇത് ഇത്രയും പ്രഭാവത്തിൽ സംഭവിക്കാതിരിക്കട്ടെ.
പക്ഷെ ഇപ്പോഴേ അതിൻ്റെ ബീജം തുടങ്ങി, പലയിടത്തും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഓൾ ഓവർ ഈ വേൾഡ് മൊത്തം ഡിസാസ്റ്റേഴ്സും പലയിടത്തും ഉണ്ടാകുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ന്യൂസ് കേൾക്കുന്നില്ല. അതെ അതെ. അപ്പം ഞാനിതിനകത്ത് പറഞ്ഞ അതിനകത്ത് ശാസ്ത്രയുക്തി ഉണ്ട് എന്ന് ജനത്തിനെ ഒന്ന് ബോധിപ്പിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണെന്ന് ഇദ്ദേഹമെങ്കിലും അംഗീകരിച്ചു. വളരെ സന്തോഷം സാർ, നമുക്ക് ഇനിയും കാണാം. ഓക്കെ.